ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എനിക്ക് ടെമു എനിക്കൊരു 8-ൻ്റെ പണി വന്നു ഉണ്ട്. ടെമുന്ന് ഞാൻ മേടിച്ചാണേ. ഈ ഒരു പാക്കറ്റായിട്ട് എനിക്ക് വന്നു. അതിൻ്റെ അകത്ത് കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ആഗ്രഹിച്ച സാധനങ്ങളൊന്നും എനിക്ക് കിട്ടിയില്ല. ഞാൻ കുറേ സാധനം എനിക്ക് വേണ്ടി മേടിച്ചായിരുന്നു. എനിക്ക് കുറച്ച് നല്ല ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി, കാരണം ഡെയിലി യൂസിനൊക്കെ ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇവിടുത്തെ നമ്മുടെ നാട്ടിലെ ഫ്ലിപ്കാർട്ടൊക്കെ ഇല്ലേ, അതുപോലെ നമ്മൾ മേടിക്കുന്ന സംഭവമാണ്. അപ്പം ഞാനങ്ങനെ എല്ലാവരും പറഞ്ഞു ടെമുന്ന് മേടിച്ച് കഴിഞ്ഞാൽ നല്ല ഓഫറിന് കിട്ടും. ശരിയാണ്, നല്ല ഓഫറിന് നമുക്ക് കിട്ടും. പക്ഷേ ക്വാളിറ്റി ഉള്ള ഒരു സാധനമില്ല. അതിന് എത്രയോ ബെറ്ററാണെന്നറിയാം നമ്മുടെ ഫ്ലിപ്കാർട്ടും മീഷോയൊക്കെ. പക്ഷേ ടെമുവിലെ എല്ലാ സാധനമൊന്നും ക്വാളിറ്റി ഇല്ല എന്നല്ല, ക്വാളിറ്റി ഉള്ള സാധനങ്ങളുണ്ട്. പക്ഷേ എനിക്ക് കിട്ടിയത് ക്വാളിറ്റി ഇല്ലാത്തതായിരുന്നു. അത് ഞാൻ 2 പ്രാവശ്യം ഓർഡർ ചെയ്തിട്ട് എനിക്ക് കിട്ടിയത് ക്വാളിറ്റി ഇല്ലാത്ത സാധനമായിരുന്നു. ഇതുകൊണ്ട് ഞാൻ നമ്മുടെ പാത്രം കഴുകുന്ന മറ്റേ സ്റ്റീലിൻ്റെ കൂട്ട് സംഭവമില്ലേ, അത് ഞാൻ മേടിച്ചു. പക്ഷേ ഇച്ചിരിയേ ഉള്ളൂ, കുഞ്ഞത്. അത് പെട്ടെന്ന് പോകും, ഒടിഞ്ഞൊടിഞ്ഞ് പോകുന്നത് കാണുമ്പോഴേ അറിയാം. പിന്നെ ഞാൻ മേടിച്ചെന്നറിയോ, നമ്മുടെ ഈ സാമ്പ്രാണിയൊക്കെ കത്തിക്കത്തില്ലേ, അതേപോലത്തെ സംഭവമാണ് ഞാൻ മേടിച്ചത്. പക്ഷേ എനിക്ക് കണ്ടപ്പം എനിക്ക് ഇഷ്ടം തോന്നി ഞാൻ മേടിച്ചത്. കണ്ടപ്പം ഭയങ്കര വലിപ്പം തോന്നി. ഇത് കണ്ടോ, ഇങ്ങനത്തെ ഒരു സംഭവം. പക്ഷേ ഇത് കണ്ടോ, ഭയങ്കര കുഞ്ഞിത്. നമ്മുടെ അൽഫ് വിളക്കിൻ്റെ അകത്തേ ശരി അങ്ങനെയാണ് എന്തോ സംഭവം ഉണ്ടല്ലോ. അപ്പോൾ അതേപോലത്തെ കുഞ്ഞത്. കുഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ എനിക്ക് വലിയ ഇഷ്ടം. കണ്ടിട്ട് ഇച്ചിരി വലിപ്പമുള്ളായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. പക്ഷെ എൻ്റെ പ്രതീക്ഷകളെല്ലാം തെറ്റി. അല്ലേലും എനിക്ക് എപ്പോഴും ഇങ്ങനെ വേറൊന്നും, അതിൻ്റെ തന്നെ വേറൊരു സംഭവമാണേ. ഇത് കണ്ടോ, ഇത് ഈ പറയുന്ന പോലെ നമുക്ക് സാമ്പ്രാണി കുത്താവുന്ന, സെൻറ്ററിൽ സാമ്പ്രാണി കുത്താവുന്ന ഒരു സംഭവം. അപ്പോൾ അതും ഫ്ലോപ്പായി. പിന്നെ ഒരു സംഭവം ഞാൻ നോക്കിയപ്പോൾ തന്നെ ഭയങ്കര വലിപ്പം തോന്നി. പക്ഷേ അവന്മാരെന്നെ ഭയങ്കരമായിട്ട് പറ്റിച്ചു. ഒരു ഗണേശനെ കണ്ടോ, ഒരു ഇത്തിരി പോകുന്ന ഗണേശൻ. എനിക്ക് സങ്കടം വന്നു. ഞാൻ അത് പൊട്ടിക്കുന്നില്ല, കാരണം റിട്ടേൺ അയക്കണ്ട. കാണാൻ പറ്റുന്നുണ്ടോ, കുഞ്ഞത്, തീരെ കുഞ്ഞത്. പിന്നെ അതിനകത്ത് കണ്ടപ്പം ഇത് നമ്മുടെ മേക്കപ്പ് സാധനങ്ങളൊക്കെ ഇടുന്ന കൂട്ട് ബാഗായിരുന്നു. പക്ഷേ ഇതും ഭയങ്കര ചെറുത്. ഇതുണ്ടോ, ഇത്രയേ ഉള്ളൂ, കുഞ്ഞത്. ഇതെല്ലാം ഞാൻ തിരിച്ച് റിട്ടേൺ അയക്കും കേട്ടോ, ഒന്നും ഞാൻ എടുക്കുന്നില്ല. പിന്നെ ഇത് നമുക്ക് യൂസ് ചെയ്യാവുന്ന സംഭവമാണ്. നമ്മുടെ ഫൗണ്ടേഷനൊക്കെ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാവുന്ന സംഭവമില്ലേ, ആ സംഭവം. പക്ഷേ നല്ല രസമുണ്ട് കേട്ടോ, നല്ല സ്പോഞ്ച്. ആഹാ, ഇത് ഞാൻ ഉറക്കത്തിൽ ഓർഡർ ചെയ്തുകൊണ്ട് 3 ഓർഡർ ചെയ്തു, 2 ഓർഡർ ചെയ്തു. പിന്നെ ഒരു ഓമിൻ്റെ ലോക്കറ്റ് ഞാൻ ഓർഡർ ചെയ്തത്. പക്ഷേ കുഴപ്പമില്ല, നല്ല. പിന്നെ ഞാൻ ഓർഡർ ചെയ്ത സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്നും ഇല്ലേ. പിന്നെയാണ് മോനെ ഒരു 2 ചെപ്പൽ ഞാൻ ഓർഡർ ചെയ്തേ. കാണാൻ ഭയങ്കര ഷോയ, പക്ഷേ ഇതുകൊണ്ടോ പേപ്പർ പോലൊക്കെ ഇരിക്കും. ഇതുകൊണ്ടോ ഒട്ടും കട്ടിയില്ല, പ്ലിങ് പ്ലിങ്. പിന്നെ കട്ടിയില്ലാത്തതിൻ്റെ മാത്രമല്ല, നല്ല വലിപ്പമുണ്ട്. എൻ്റെ കാല് കുഞ്ഞു കാല. ഈ സാധനം കുഞ്ഞു കാലം എന്ന് പറഞ്ഞാൽ തീരെ കുഞ്ഞല്ല, ഭയങ്കര വലിപ്പമുള്ള കാലല്ല. അതുകൊണ്ട് തന്നെ ഈ സാധനം എൻ്റെ കാല എൻ്റെ തെറ്റപ്പം എൻ്റെ ഒരു 2 കാല് ഒരുമിച്ചിടാൻ പറ്റുന്ന പാകത്തിനുള്ള ഒരു ചെറുതായിരുന്നു. അതുകൊണ്ട് ഞാനത് വേണ്ടെന്ന് വെച്ചു. പിന്നെ എനിക്ക് ഈ ഷൂ ഇഷ്ടപ്പെട്ടായിരുന്നു. ഇത് എനിക്ക് ഇവിടുത്തെ ഗൗണൊക്കെ ഇടുമ്പോൾ ഫ്രോക്കില്ലേ, ഫ്രോക്കിൻ്റെ കൂടെ ഇടാൻ വേണ്ടിയാണ് ഞാൻ മേടിച്ചത്. പക്ഷെ കണ്ടാൽ നല്ല ലുക്ക്, നല്ല അടിപൊളിയായിട്ടുണ്ട് ഈ സംഭവം. ഷൂ നല്ല രസമുണ്ട്, ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷേ ഒട്ടും കട്ടിയില്ല. ഇത് കണ്ടോ, കട്ടിയില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഒട്ടും കട്ടിയില്ല. അതുകൊണ്ട് തന്നെ ഞാനിത് തിരിച്ചയക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞാൻ ഈ സാധനങ്ങളെല്ലാം തിരിച്ചയക്കാമെന്നുള്ളൊരു പ്ലാനിങ്ങിലിരിക്കുകയാണ്. ഞാൻ റിട്ടേൺ കൊടുത്തു. അവർ റിട്ടേൺ കൊടുത്തപ്പോൾ തന്നെ അവർ പറയുന്നത് എന്താണെന്നറിയോ, എന്തോ ഈ പാക്കറ്റിൻ്റെ മണ്ടയ്ക്ക് റിട്ടേണിൻ്റെ പ്രിൻ്റ് കണ്ട് അവർ തരും. അത് നമ്മൾ ഇത്
അപ്പം തന്നെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഇതിൻ്റെ മണ്ടയ്ക്ക് ഒട്ടിക്കണം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതൊക്കെ എങ്ങനെ എനിക്ക് ഇത്രയും സാധനം ടെമൂരിൽ മേടിച്ചിട്ട് ഞാൻ മേടിച്ച വേറെ സാധനം എനിക്ക് കീ ചെയിൻ, എൻ്റെ ബാഗിന് കീ ചെയിൻ വേണമായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് ഇത്. സോറി, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് ഇത്. അതായത് ടിങ് ടിങ് ടൺ ടങ് വിഘ്നേശ്വരൻ്റെ ലോക്കറ്റ് കണ്ടോ, എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? നല്ല രസമുണ്ട്, നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഞാൻ നാട്ടിൽ വന്നാലും ആർക്കും കൊടുക്കുകയില്ല, നല്ല ഭംഗിയുണ്ട്. ഇതിലൊരു ഓമുണ്ട്, പിന്നെ വിഘ്നേശ്വരനുണ്ട്. എനിക്ക് എല്ലാം നടക്കില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുളിപ്പൻ്റെ രൂപം. പിന്നെ എനിക്ക് അതിലേറ്റവും ഇഷ്ടപ്പെട്ട സാധനം ലിപ്പ് ലൈനർ. ലിപ്പ് ലൈനർ നല്ല കളറാട്ടോ. എൻ്റെ ലിപ്പിന് ഭയങ്കര ഒരു ബ്രൗൺ, മെറൂൺ, റെഡിഷ് ഇതൊക്കെയാണ് പറ്റുന്നത്. സോ ഞാനിത് മേടിച്ചു, കൊള്ളാം. അപ്പോൾ ഇത്രയൊക്കെ സാധനമാണ് ഞാൻ ടെമൂന്ന് മേടിച്ചത്. എനിക്ക് ടെമൂല് മേടിച്ചിട്ട് ഞാൻ 2 റിട്ടേൺ അയക്കാത്ത ഇത് 2 ഇത് 2 ഞാൻ റിട്ടേൺ അയക്കുന്നില്ല. പിന്നെ ഇത് 2 പിന്നെ നമ്മുടെ ഈ ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ തന്നെ നമ്മളിങ്ങനെ എണ്ണ തൂക്കുന്ന സാധനമില്ല, അത് റൂമിലാണ്, അത് ഞാൻ എടുത്തുകൊണ്ട് വന്നില്ല. അത് ഞാൻ റിട്ടേൺ അയക്കുന്നില്ല. അത് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു, അത് മേടിച്ചു. വലിയ റേറ്റൊന്നുമില്ല. അപ്പോൾ ഇത്രയൊക്കെ സാധനമാണ് ഞാനപ്പോൾ തിരിച്ച് റിട്ടേൺ അയക്കാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ ടെമൂന്ന് മേടിക്കുന്ന എല്ലാവരും ഒന്ന് നോക്കിയിട്ടൊക്കെ മേടിക്കണം. എന്നെപ്പോലെ ചാടി കയറി അബദ്ധം പോയി കാണിക്കരുത്. കാരണം എല്ലാവരും നോക്കിയിട്ടായിരിക്കും മേടിക്കുന്നത്, ഞാൻ മാത്രമുള്ളായിരിക്കും ഇങ്ങനെയൊക്കെ അബദ്ധം കാണിക്കുന്നത് എന്നെനിക്ക് തോന്നുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ടെമൂന്ന് ഇതിന് മുമ്പേ മേടിച്ചപ്പോഴും എനിക്ക് അബദ്ധം പറ്റി. പിന്നെ അത് എന്തോ ഭാഗ്യത്തിന് ഞാൻ റിട്ടേൺ കൊടുത്തപ്പോൾ തന്നെ അക്കൗണ്ടിലോട്ട് എനിക്ക് അതിൻ്റെ എമൗണ്ട് കയറി. പക്ഷേ ടെമുക്കാർ പറഞ്ഞു ഞങ്ങൾക്കിത് വേണ്ട, നീ എടുത്തോ എന്ന് പറഞ്ഞു. അത് നമ്മുടെ കാലയിലും കയ്യിലും ഒടിക്കുന്ന നെയിൽസ് ഇല്ലേ, അപ്പോൾ അതേപോലത്തെ നെയിൽസ്, പിന്നെ ഒരു ഇയർബഡ്, അങ്ങനത്തെ സംഭവമൊക്കെ ആയിരുന്നു. അപ്പോൾ അതെനിക്ക് റിട്ടേൺ അയക്കേണ്ട വന്നില്ല എന്തോ ഭാഗ്യത്തിന്. കാരണം അവരെനിക്ക് ഓഫറായിട്ട് തന്നായിരിക്കും ഫസ്റ്റ് ടൈം ഓർഡർ ചെയ്തുകൊണ്ട്. പിന്നെ ഞാൻ സെക്കൻഡ് ടൈം ഓർഡർ ചെയ്താണ് ഈ കൺസോൺസ് സാധനങ്ങളൊക്കെ. അപ്പോൾ ഞാനിത് ഓർഡർ ചെയ്തിട്ട് എനിക്കിങ്ങനെ അബദ്ധം പറ്റിയോണ്ടാണ് ഞാനൊരു വീഡിയോ എടുക്കാമെന്ന് കരുതിയത്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ താങ്ക് യു, ബൈ.